കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ മഴക്കാലം എന്ന ഒരു കാലം ഇല്ല. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അതിന് പകരമായിട്ട് ന്യൂനമർദ്ദങ്ങളും ചക്രവാത ചുഴികളും മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം കേരളത്തിൽ മഴക്കാലത്തിന് മുമ്പ് തന്നെ, അതായത് ജൂൺ മാസം 1-ാം തീയതിക്ക് മുമ്പ് തന്നെ കേരളത്തിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് ശക്തമായിട്ടുള്ള മഴ വന്നു. അത് മഴക്കാലമല്ല, ന്യൂനമർദ്ദങ്ങൾ അനവധി വന്നതിൻ്റെ അനന്തരഫലമായിട്ടാണ് കേരളത്തിൽ ഇതുപോലെ മഴ വന്നത്. മഴ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, നിരന്തരമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തേക്കുള്ള മുഴുവൻ മഴയാണ് ഒറ്റയടിക്ക് പെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം വ്യാപകമായിട്ടുള്ള നാശനഷ്ടം വന്നു, വെള്ളപ്പൊക്കം വന്നു, ഒരുപാട് പേരുടെ സ്വത്തും മുതലും നശിപ്പിക്കപ്പെട്ടു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും വന്നു. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ചക്രവാത ചുഴികളും ന്യൂനമർദ്ദങ്ങളും എപ്പോൾ വേണമെങ്കിലും വരാം. അതിന് മഴക്കാലം വേനൽക്കാലം ഒന്നൊന്നുമില്ല. നവംബർ മാസം, ഡിസംബർ മാസം, ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള സമയങ്ങളിലൊക്കെ ഇത് കൂടെ വരുന്നുണ്ട്. ഇവിടെ വേനൽക്കാലം മഴക്കാലം എന്നുള്ള ഒരു കാലഘട്ടം ഒന്നുമില്ല. അതൊക്കെ കേരളത്തിൽ നിന്ന് പണ്ടേ പോയി കഴിഞ്ഞു. അപ്പോൾ ന്യൂനമർദ്ദങ്ങളും ചക്രവാത ചുഴികളും ഉണ്ടെങ്കിൽ നിരന്തരമായ മഴ പെയ്യും. അത് മഴ എന്ന് പറയാൻ കഴിയില്ല, ഒരു അസുഖമാണ്, പ്രകൃതിയുടെ ഒരു അസുഖം. പ്രകൃതിക്ക് എന്തോ സംഭവിച്ചു. മേഘസ്ഫോടനം, ചക്രവാത ചുഴി, ന്യൂനമർദ്ദം, ഇതൊക്കെ പ്രകൃതിക്ക് എന്തോ അസന്തുലിതാവസ്ഥ വന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരെ നശിപ്പിക്കത്തക്ക നിലയിൽ, ഭൂമിയെ നശിപ്പിക്കത്തക്ക നിലയിൽ ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ കേരളത്തിൽ അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഇന്ന് വളരെ നല്ല കാലാവസ്ഥയാണ്, വെയിൽ മടങ്ങി വന്നിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു കാലാവസ്ഥയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.